ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ, ബഹുമാനപ്പെട്ട അറ്റോർണി ജനറൽ രണ്ട് കാര്യങ്ങളാണ് വളരെ പോസിറ്റീവായി ഇന്ന് കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ പോസിറ്റീവായി തോന്നിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാർ തന്നെ യമനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹം ഇന്ന് ഹൈക്കോടതി സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യം യമൻ പരിഗണിക്കും, വളരെ പോസിറ്റീവായി പരിഗണിക്കുമെന്നും വധശിക്ഷ നടത്തുന്ന തീയതി മറ്റന്നാൾ 16-ാം തീയതി എന്നുള്ള തീയതി മാറ്റിവെക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് അറ്റോർണി ജനറൽ ഇന്ന് സുപ്രീം കോടതി മുമ്പാകെ പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില യമനിൽ നിർണായകമായ സ്വാധീനമുള്ള ചില ഷെയ്ഖുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിനകത്ത് ചർച്ചകൾ നടത്താൻ വേണ്ടി സർക്കാർ തയ്യാറാക്കുന്നു, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചത്. അതേസമയം ഇത്തരം കാര്യങ്ങൾ ഈ പറയുന്ന ഒരു ഡിപ്ലോമാറ്റിക്, ഒരു നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായുള്ള ചർച്ചകളായതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയാൻ പ്രയാസമുണ്ടെന്നും അക്കാര്യങ്ങൾ പുറത്തു പറയേണ്ട കാര്യമില്ല, സർക്കാരിന് സാധ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് നയതന്ത്ര തലത്തിൽ ചില ഇടപെടലുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഷെയ്ഖുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അവരുടെ സ്വാധീനമുള്ള ആളുകളുടെ ഇടപെടൽ നടത്തുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടിയുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ചത്തേക്ക് ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന് പരിമിതികളുണ്ട് ഇക്കാര്യത്തിനകത്ത്. യമൻ എന്ന് പറയുന്ന ഈ നിമിഷപ്രിയ ജയിലിലാക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്ത് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായുള്ള സംവിധാനങ്ങളില്ല. അവിടെ ഇന്ത്യയുടെ എംബസി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, നയതന്ത്ര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കേന്ദ്ര സർക്കാർ നേരിടുന്നു. പരിഗണിച്ചുകൊണ്ട് നിലവിൽ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതി മുമ്പാകെ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം പെറ്റീഷണർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്, ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും ദിയാധനം അല്ലെങ്കിൽ ഈ ബ്ലഡ് മണി നൽകാൻ വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് തയ്യാറാണ്. ഒരു രൂപ പോലും ഇന്ത്യൻ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല, പണമല്ല ഞങ്ങൾക്ക് ആവശ്യം. ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയതന്ത്ര ബന്ധമാണ്, അത്തരത്തിലുള്ള ഒരു നെഗോസിയേഷൻ ചാനലാണ് ഞങ്ങൾക്ക് ആവശ്യം. പണം ഞങ്ങൾ സമാഹരിച്ച് നൽകിക്കൊള്ളാം എന്നുള്ള കാര്യവും ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെയും സുപ്രീം കോടതിയും അറിയിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് കോടതിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും എടുത്തിരിക്കുന്നത്. ഏതായാലും ഒരുമിച്ച് കൂട്ടായി ഈ പ്രവർത്തനങ്ങളിലൂടെ സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലിന്റെയും മറ്റ് മാധ്യമ പ്രവർത്തകരുടെയും ഇതിനകത്ത് ഇടപെടുന്ന മറ്റു ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാം. കേരളത്തിനകത്തെ മതപണ്ഡിതർ ഉൾപ്പെടെയുള്ള ആളുകൾ, പല ആളുകളും ഇതിനകത്ത് ഇടപെടുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള പല ആളുകളും, പല സംഘടനകളും വ്യക്തികളും ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നു. അവരുടെ സാധ്യമായ എല്ലാ സഹായവും നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ നിമിഷപ്രിയയെ മോചിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനുള്ളത്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പ്രതികരിച്ചത്. വളരെ നന്ദി പ്രതികരിച്ചതിന്.